നമസ്കാരം. മാർത്തോമ വിഷനിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ കുറവാണ് എന്ന് കരുതി വിദേശങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരുപാട് ചെറുപ്പക്കാരുള്ള ഈ നാട്ടിൽ ഒരു പാഠപുസ്തകമായി തീരുകയാണ് വിപിൻ ചന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ. PSC പരീക്ഷയിൽ 12ഓളം റാങ്ക് ലിസ്റ്റുകൾ അംഗം. അതിൽ തന്നെ 5ഓളം റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യത്തെ 1 മുതൽ 5 വരെ റാങ്കുകളിൽ അംഗമായി തീരുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം വിപിൻ ചന്ദ്രനെ മാർത്തോമ വിഷനിലേക്ക്. വിപിൻ ചന്ദ്രൻ, താങ്കളുടെ ഈ PSC നേട്ടങ്ങളുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണുപിടിച്ചാലോ? സർ, ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് 2013 ഞാൻ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. അന്നത്തെ LD ക്ലർക്ക് പരീക്ഷ, കൊല്ലം ജില്ലയിലെ പരീക്ഷ, അതിലെനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും പിന്നീട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിയമനം കിട്ടുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് ഓഫീസർ തസ്തികയിലേക്ക് പരീക്ഷ എഴുതി സെലക്ട് ചെയ്യപ്പെട്ടു. അന്ന് എനിക്ക് 22 വയസ്സാണ് ഉണ്ടായിരുന്ന പ്രായം. അന്ന് ആ ജോലിയിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം കുറച്ച് വർഷം അവിടെ ജോലി ചെയ്തു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് വർഷം എൻ്റെ സ്വപ്നമായിരുന്ന സിവിൽ സർവീസിലേക്ക് മടങ്ങി വരണമെന്നുള്ള ആഗ്രഹം വീണ്ടും വന്നതും വീണ്ടും അതിനുവേണ്ടി ഒരു മുഴുവൻ ശ്രമം നടത്തുന്നതിന് വേണ്ടിയിട്ടായിട്ട് ജോലി വിട്ടു വന്നു. അതിനുശേഷം ഞാൻ സിവിൽ സർവീസ് പരീക്ഷ തുടർച്ചയായിട്ട് എഴുതുകയായിരുന്നു. അതിനിടയിൽ വീണ്ടും ഒരു കരിയർ ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഏകദേശം 10ഓളം പരീക്ഷകൾ എഴുതി. ആ എഴുതിയ പരീക്ഷകളിലെല്ലാം റാങ്ക് ലിസ്റ്റിൽ വന്നു. ഇപ്പോൾ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ തസ്തികയിൽ 1ാം റാങ്കിൽ വന്നു. ബെവറേജസ് കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് വന്നു. കേരള സെറാമിക്സ് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് വന്നു. പിന്നീട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന ഗസ്റ്റഡ് തസ്തികയിലേക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഇതൊക്കെയാണ് ഇപ്പോൾ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്ന ലിസ്റ്റുകൾ. തീർച്ചയായിട്ടും ഇതൊരു സ്വപ്നതുല്യമായ നേട്ടമാണ്. നമ്മുടെ ഈ നാട്ടിൽ ആളുകൾ ഇവിടെ തൊഴിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നൊക്കെ പറയുന്ന ഒരു നാട്ടിലാണ് തുടർച്ചയായി എഴുതുന്ന എല്ലാ ടെസ്റ്റുകളിലും വിജയം കൈവരിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ വല്ലാത്തൊരു കഠിനാധ്വാനം ഉണ്ടാവും. ആ കഠിനാധ്വാനത്തിൻ്റെ കനൽ വഴികളെക്കുറിച്ച് കൂടി ദയവായി ഒന്ന് സംസാരിക്കും. സാർ, ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു എൻ്റെ സിവിൽ സർവീസ് സ്വപ്നത്തെക്കുറിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം പഠിച്ചത് പത്തനംതിട്ട ജില്ലയിലെ അടൂരുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. അപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്ന വലിയൊരു സ്വപ്നം മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതൊരു പക്ഷേ ഞങ്ങളുടെ സ്കൂളിൻ്റെ ചെയർമാനായിരിക്കുന്ന ജില്ലാ കളക്ടർ, പത്തനംതിട്ട ജില്ലാ കളക്ടറെ നിരന്തരമായിട്ട് അവർ സ്കൂളിലേക്ക് വരികയും വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു സ്വാധീനം കൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സമൂഹത്തിൽ ചെലുത്താൻ കഴിയുന്നൊരു സ്വാധീനം അതെൻ്റെ അച്ഛനമ്മമാരിൽ നിന്നും കൂടി പകർന്നു കിട്ടിയതാണ്. എൻ്റെ അച്ഛനും അമ്മയും 2 പേരും ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സ്വാധീനം കൊണ്ട് തന്നെ ഇതിലെത്തണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരീക്ഷയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും സിവിൽ സർവീസ് പരീക്ഷയാണെങ്കിലും PSC പരീക്ഷയാണെങ്കിലും ഒക്കെ മനസ്സ് പൂർണ്ണമായിട്ടും അതിലേക്ക് സമർപ്പിച്ച് തയ്യാറെടുക്കുകയായിരുന്നു. പഠന രീതികളെക്കുറിച്ച് തീർച്ചയായിട്ടും ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് അതൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു സ്കൂൾ വിദ്യാഭ്യാസമാണെങ്കിലും കോളേജ് വിദ്യാഭ്യാസമാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് ഘട്ടം മാത്രമാണ്. അപ്പോൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ആ പരീക്ഷയെ നന്നായി മനസ്സിലാക്കുക എന്നുള്ളൊരു പ്രോസസ്സുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയാണെങ്കിൽ അതിന് 3 ഘട്ടങ്ങൾ ഉണ്ട്: പ്രിലിമിനറി, മെയിൻ, ഇൻ്റർവ്യൂ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും റിക്വയർമെൻറ്റ് വ്യത്യാസമാണ്. പ്രിലിമിനറി ഒബ്ജക്റ്റീവ് പരീക്ഷയാണെങ്കിൽ മെയിൻ പരീക്ഷയിലേക്ക് വരുമ്പോൾ എഴുത്ത് പരീക്ഷയാണ്. ഒരു വെറുതെ എഴുതുക എന്നുള്ളതല്ല, 9 പേപ്പറുകൾ തുടർച്ചയായിട്ട് 5 ദിവസം കൊണ്ട് എഴുതി തീർക്കുക എന്ന് പറയുന്ന ഒരു കായിക അധ്വാനം തന്നെയാണ്. അപ്പോൾ വെറുതെ വിഷയങ്ങൾ പഠിക്കുന്നതിനപ്പുറം മാനസികമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ നിരന്തരമായ പ്രാക്ടീസ് കൊണ്ടും അതിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പരീക്ഷയ്ക്കും വേണ്ട സിലബസ്, അതിന് പഠിക്കേണ്ട വിഷയങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മുൻവർഷ ചോദ്യപേപ്പറുകൾ കൂടി അനലൈസ് ചെയ്തുകൊണ്ടുള്ള
ഒരു പഠനമായിരുന്നു. അതിനുവേണ്ടി മാക്സിമം ഞാൻ സാറിനോട് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ സ്വപ്നമായതുകൊണ്ട് തന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സമയവും കാലവും ഒന്നും തന്നെ അതിന് പ്രശ്നമായി തീരാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2 തവണ അതെ, നമ്മുടെ സിവിൽ സർവീസ് പരീക്ഷയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടമായ ഇൻ്റർവ്യൂ വരെ എത്തിച്ചേർന്നു. ഒരു പ്രാവശ്യം സിവിൽ സർവീസിലേക്കുള്ള വഴി അടയുന്നത് കേവലം 1 മാർക്കിനാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിലൂടെയാണ് അന്ന് കടന്നുപോയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു പരാജയത്തെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് എങ്ങനെയാണ് ലഭിച്ചത്? ഒരുപക്ഷെ സാർ സൂചിപ്പിച്ച പോലെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ നിമിഷമായിരുന്നു അത്. ഒരുപക്ഷെ 1 മാർക്കിനാണ് നഷ്ടപ്പെട്ടത് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം. അതിൽ നിന്ന് തന്നെ പുറത്തു വരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഒരുപക്ഷെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എന്താ പറയുക അചഞ്ചലമായിട്ടുള്ള പിന്തുണ തന്നെയാണ്. കാരണം ഈ സ്വപ്നം അവരോട് അറിയിച്ച നാൾ മുതൽ തന്നെ അവർ എൻ്റെ ഒപ്പം, ഒരുപക്ഷെ എന്നോടൊപ്പം തന്നെ അവരും ഈ ഒരു സ്വപ്നയാത്രയിൽ പങ്കാളികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഒരിക്കൽ പോലും ഇടറാൻ വിടാതെ എന്നെ ചേർത്ത് പിടിച്ചത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു വലിയ സപ്പോർട്ട്, അതുപോലെ തന്നെ ഒരു പറ്റം വളരെ കുറച്ചേ ഉള്ളെങ്കിലും വളരെ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൃഷ്ണകുമാർ. അപ്പോൾ അവരെല്ലാവരും എന്നോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് നിന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഈ മക്കൾക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പല മാതാപിതാക്കളും കൊടുക്കാറില്ല. അതെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കാവുന്ന ഏറ്റവും സ്വപ്നതുല്യമായ ഒരു ജോലിയാണ് IBയിലെ ഉദ്യോഗസ്ഥനാവുക എന്ന് പറയുന്നത്. 22ാമത്തെ വയസ്സിൽ IBയിൽ ഉദ്യോഗസ്ഥനാവുക എന്ന് പറയുന്നത് ഒരു സ്വപ്നതുല്യമായ ഒരു നേട്ടമാണ്. ആ നേട്ടം കൈവരിച്ച ആൾ ഒരു സുപ്രഭാതത്തിൽ തീരുമാനിക്കുകയാണ് ആ ജോലി രാജിവെക്കാൻ. സാധാരണഗതി മാതാപിതാക്കളൊക്കെ അതിനെ എതിർക്കേണ്ടതാണ്. അതെ, മാതാപിതാക്കളുടെ നിലപാടെന്തായിരുന്നു? സാർ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ജോലി രാജിവെക്കാനുള്ള തീരുമാനം ആദ്യം വിളിച്ചറിയിക്കുന്നത് എൻ്റെ അമ്മയോടാണ്. എൻ്റെ ഒരുപക്ഷെ അവരുടെ ഒരു അഭിപ്രായം കൂടി അറിയുക എന്നുള്ള രീതിയിലാണ് ഞാനിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ അമ്മ ശ്രീജയ ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. അപ്പോൾ അമ്മ ഒരു അധ്യാപികയായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ സിവിൽ സർവീസ് സ്വപ്നത്തിൻ്റെ പ്രാധാന്യം വളരെയധികം നന്നായി മനസ്സിലാക്കുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ മോഹനേന്ദ്രൻ പിള്ള, അദ്ദേഹം ഗവൺമെൻറ് സർവീസിൽ നിന്ന് തന്നെയാണ്, പഞ്ചായത്ത് വകുപ്പിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനും എൻ്റെ ഈ സ്വപ്നം വളരെയധികം അറിയുന്ന 2 പേരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എന്നോട് ആദ്യം തന്നെ പറഞ്ഞത്, നീ ധൈര്യമായിട്ട് രാജിവെക്കും, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസ്, അവർ തന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം കണ്ട് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി കൂടെ നിൽക്കാൻ അവർ തയ്യാറായി എന്നുള്ളിടത്താണ് ഞാൻ ആ ഒരു ധൈര്യം എൻ്റെ ഉള്ളിലും വന്നത്. തീർച്ചയായിട്ടും ആ അച്ഛനും അമ്മയ്ക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം മക്കളുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം മക്കളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന മാതാപിതാക്കളുടെ ഇടയിൽ പ്രിയപ്പെട്ട ഈ അച്ഛനും അമ്മയും വ്യത്യസ്തരായി മാറി നിൽക്കുന്നു. തീർച്ചയായിട്ടും അവർക്കൊരു ബിഗ് സല്യൂട്ട് ഈ അവസരത്തിൽ നൽകാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. വിപിൻ ചന്ദ്രൻ, ശരിക്കും പറഞ്ഞാൽ താങ്കളെപ്പോലെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദേശത്തുള്ള പഠനങ്ങൾ, വിദേശത്തുള്ള അനന്തമായ സാധ്യതകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകളുടെ ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ടായിട്ടും അതിനെയൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യണം എന്ന് ചിന്തിക്കാനും അതിനുവേണ്ടി തൻ്റെ എഫർട്ട് മുഴുവൻ ഇടാനും ഇടയായ സാഹചര്യം എന്താണ്? സാർ, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, എൻ്റെ ഒരു കുട്ടിക്കാലം മുതലുണ്ടായിരുന്നൊരു സ്വപ്നമാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ജോലിയിലേക്ക് പ്രവേശിച്ചു, സാർ സൂചിപ്പിച്ച പോലെ വളരെ നല്ലൊരു ജോലി അവിടെ എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ആദ്യമായി ജോലിക്ക് കയറിയത് മധ്യപ്രദേശിലെ റത്ലാം എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ്. അപ്പോൾ അവിടെയാണ് എനിക്ക് ശരിക്കും സിവിൽ സർവീസിൻ്റെയും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവീസിൻ്റെയും ഒക്കെ പ്രസക്തി വളരെയധികം തിരിച്ചറിയാൻ സാധിച്ചത്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കേരളത്തിലിരുന്ന് കാണുന്ന ഒരു ഇന്ത്യയുടെ പരിച്ഛേദമല്ല മധ്യപ്രദേശിലെ ഗ്രാമമേഖലകളിലും ഒക്കെ. അവിടെയൊക്കെ സിവിൽ സർവീസും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾക്കും വരുത്താവുന്ന മാറ്റങ്ങൾ വളരെ അടുത്ത് നിന്ന് കാണാനുള്ള ഒരു അവസരം എനിക്ക് അന്നാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള, അതായത് ഗവൺമെൻറ് സർവീസിലൂടെ ജനങ്ങൾ കൂടുതൽ സർവീസ് നന്നായി കൊടുക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാറണമെന്നുള്ള ആഗ്രഹം തീവ്രമായി മാറുകയായിരുന്നു അവിടെ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തിന് ഇന്നും ആവശ്യം ഏറ്റവും നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥരെ കൂടിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണനിർവഹണം ഏറ്റവും നന്നായി നടപ്പാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പോൾ അവിടെ എൻ്റെ മാത്രം കംഫർട്ടും മാത്രം നോക്കി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായതുകൊണ്ടാണ് രാജ്യത്ത് തന്നെ നിൽക്കാൻ തീരുമാനം. അല്ല, ഈ മറുപടി വളരെ പ്രസക്തമാണ്. ഇതുവരെ ഞാൻ താങ്കളെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് അക്കാഡമിക്കലി വളരെ മിടുക്കനായ ഒരാൾ
എന്നാൽ അതിനപ്പുറത്ത് അക്കാഡമിക്കലി മിടുക്കൻ എന്നുള്ളതിനപ്പുറത്ത് വല്ലാത്ത സാമൂഹ്യ പ്രതിബദ്ധതയും താങ്കളുടെ ഈ എഫർട്ടിൻ്റെ പിന്നിലുണ്ടെന്ന് തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയാകേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം നമുക്കറിയാം. എങ്ങനെയും പുറത്തു പോയി രക്ഷപ്പെടുക, വലിയ ശമ്പളം വാങ്ങിക്കുക എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ നിൽക്കുന്ന മേഖലയെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് കൂടി ഒരു ആലോചന ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും യുവാക്കൾക്ക് ഒരു മാതൃകയാകേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. വിപിൻ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന വിദ്യാഭ്യാസം വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. താങ്കൾക്ക് ലഭിച്ച വിദ്യാഭ്യാസം എവിടെയൊക്കെയാണ് താങ്കൾ പഠിച്ചത്? അവിടെ താങ്കളെ രൂപപ്പെടുത്തുന്നതിന് ഏത് തരത്തിലാണ് ആ സ്ഥാപനങ്ങൾ താങ്കളെ സഹായിച്ചിട്ടുള്ളത്? സാറ് വളരെ ശരിയായിട്ട് സൂചിപ്പിച്ചതുപോലെ നമ്മൾ പഠിക്കുന്ന ഇടങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതോടൊപ്പം തന്നെ എവിടെ പഠിച്ചു എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ പേരിനോടൊപ്പം ചേർത്ത് വെക്കുക മാത്രമല്ല, നമ്മുടെ ക്യാരക്ടറിനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പഠിച്ചത് പത്തനംതിട്ട ജില്ലയിലെ അടൂരുള്ള കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. ഒരുപക്ഷെ ഞാൻ ഇന്ന് ഒരു ഗവൺമെൻറ് സർവീസ് മേഖലയിലേക്ക് അല്ലെങ്കിൽ സിവിൽ സർവീസ് മേഖലയിലേക്ക് വരുന്നതിന് ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയത് ആ സ്കൂളിലെ വിദ്യാഭ്യാസവും ആ സ്കൂളിൽ നിന്ന് പകർന്നു കിട്ടിയ പാഠങ്ങളുമാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ സഹായിച്ചത് ആ സ്കൂളിലെ പഠന കാലഘട്ടമാണ്. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്തെ മാർവാനസ് കോളേജിലാണ് എൻ്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയത്. യൂണിവേഴ്സിറ്റിയിൽ 2ാം റാങ്കോടുകൂടിയാണ് ഇക്കണോമിക്സിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. ഒരുപക്ഷെ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളൊരു കാലഘട്ടമായിരുന്നു. ഒരുപക്ഷെ ഒരു യുവത്വത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അവസരങ്ങളെല്ലാം മുന്നിൽ തുറന്നിട്ടൊരു കലാലയമായിരുന്നു തിരുവനന്തപുരത്തെ മാർവാനസ് കോളേജിലെ കാലഘട്ടം. അതിനുശേഷം ഞാൻ സിവിൽ സർവീസ് പഠനത്തിലേക്ക് തിരികുകയും അതോടൊപ്പം തന്നെ 2 വിഷയങ്ങളിൽ, ചരിത്രത്തിലും പൊതുഭരണത്തിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രീസ് നേടി. 2ലും നെറ്റ് ക്വാളിഫിക്കേഷനും നേടി. തീർച്ചയായിട്ടും ഒരു വ്യക്തി പഠിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ പാഠ്യേതര കാര്യങ്ങളിലും തീർച്ചയായിട്ടും പങ്കാളിത്തങ്ങൾ ഉണ്ടാകുമല്ലോ. എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ചെറുപ്പം മുതൽ തന്നെ ക്യൂസ് മത്സരങ്ങളിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അത്തരം ക്വിസ് മത്സരങ്ങളിലൂടെ ആയിരിക്കും ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിലേക്കുള്ളൊരു വഴി തുറന്നത്, അല്ലേ? അതെ 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 ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ഒരു പൊതു ചിന്ത എന്ന് പറയുന്നത് ഒരുപാട് വസ്തുതകൾ കാണാതെ പഠിക്കുക എന്നുള്ളിടത്ത് നിന്ന് ചിന്തിക്കാനും ചുറ്റുമുള്ള കാര്യങ്ങളെയൊക്കെ വളരെ രസകരമായിട്ട് നിരീക്ഷിക്കാനും ഒക്കെ പഠിപ്പിച്ചു തന്നത് ക്വിസിംഗ് മേഖലയാണ്. അപ്പോൾ ആ ഒരു വസ്തുതകളെ അനലിറ്റിക്കലായി കാണാനുള്ളൊരു കഴിവ് അത് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു ക്വിസിംഗ് ബാക്ക്ഗ്രൗണ്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റ് സിനിമ, സംഗീതം? അതെ, സിനിമ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഒപ്പം തന്നെ ക്രിക്കറ്റ് വളരെ അധികം ഇഷ്ടമാണ്. ചെറുപ്പകാലത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന സമയം മറ്റ് പഠനത്തിന് ഒഴിച്ച് മറ്റ് കാര്യങ്ങൾക്ക് ചിലവാക്കിയിരുന്നത് ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. വിപിന്, കേരളത്തിലെ മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത്? ഒരുപക്ഷെ എനിക്ക് മാതാപിതാക്കളോട് ഉപദേശമല്ല പറയാനുള്ളത്, അവരോടൊരു സജഷനാണ് മുന്നോട്ട് വെക്കാനുള്ളത്. കാരണം മക്കളെ അവരുടെ ജീവിതയാത്രയിൽ വളരെയധികം ചേർത്ത് പിടിക്കുന്നവർ തന്നെയാണ് കേരളത്തിലെ മാതാപിതാക്കൾ. വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ടുള്ള, സപ്പോർട്ടീവായിട്ടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ പലപ്പോഴും കരിയറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വളരെയധികം നമ്മൾ തീരുമാനിക്കുന്നിടത്ത് മക്കളും പോകണമെന്ന് വല്ലാത്തൊരു വാശി പലരിലും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് പലപ്പോഴും വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് കുട്ടികളിൽ ഉണ്ടാക്കുക. അതിന് പകരം അവരുടെ കുട്ടികൾ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് തിരിച്ചുവിടാൻ ഉള്ള സ്വാധീനം ചെലുത്തുക എന്നുള്ളതാണ് എല്ലാ മാതാപിതാക്കൾക്കും ചെയ്യാവുന്നൊരു കാര്യം. കുട്ടികളെ തീരുമാനമെടുക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ വളരെ പ്രസക്തമാണ്. കാരണം കുട്ടികൾക്ക് തീരുമാനമെടുക്കാനുള്ളൊരു പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ശരിയായിട്ടുള്ള പാത തിരഞ്ഞെടുക്കുക. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ അവരെ അത്തരത്തിൽ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് അച്ഛനമ്മമാരോട് പറയാനുള്ളത്. വളരെ പ്രസക്തമായ നിർദ്ദേശമാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്. ഒരു ചോദ്യം കൂടി മാത്രം. പുതിയൊരു തലമുറ വളരെ നിരാശരാണ് എന്നാണ് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ സാധ്യതകൾ വളരെ കുറവാണ്, മറ്റു മേഖലകളിലേക്ക് പോകണം എന്നൊക്കെ അവരിങ്ങനെ നിരന്തരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ മുമ്പിൽ തീർച്ചയായിട്ടും താങ്കൾ ഒരു പാഠപുസ്തകമാണ്. ഇവിടെയും അവസരങ്ങളുണ്ട്, ഇവിടെയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പറന്നുയർന്ന് അവിടെ കൂടുവയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. പുതിയ തലമുറയോട്
ഒരു വിജയിയായ മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പുതിയ തലമുറയോട് എനിക്കെപ്പോഴും പറയാനുള്ളത്, നമ്മുടെ സ്വപ്നങ്ങൾ അത് വലുതോ ചെറുതോ എന്നുള്ള വ്യത്യാസമില്ല. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ ഉള്ള മനസ്സ്, അത് നമ്മളെ ജീവിതത്തിൽ എന്നും വിജയത്തിലേക്ക് മാത്രമേ എത്തിക്കുകയുള്ളൂ. സാറ് ഇടയ്ക്ക് സൂചിപ്പിച്ചു, സിവിൽ സർവീസ് പരീക്ഷയിൽ 2 തവണ ഇൻ്റർവ്യൂ ഘട്ടം വരെ എത്തി പരാജയപ്പെട്ടു. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പരാജയമായി ഞാൻ ഒരിക്കലും അതിനെ എടുത്തിട്ടില്ല. കാരണം എൻ്റെ ഒരു കഴിവിൻ്റെയോ എൻ്റെ പ്രാപ്തിയുടെയോ ഒരു അളവായി ഒരു പരീക്ഷയും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. അപ്പോൾ നമ്മൾ ആസ്വദിക്കുന്ന ഒരു പ്രോസസ്സ്, അതിനെ ഏറ്റവും നന്നായി, അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടാൻ തയ്യാറായിക്കൊണ്ട് അതിനുവേണ്ടി നമ്മൾ മനസ്സും ശരീരവും അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏത് മേഖലയായാലും അതിൽ വിജയം നമ്മളെ തേടിയെത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് തന്നെയാണ് എല്ലാ യുവാക്കളും മുന്നോട്ടും ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വളരെ എളിമയോട് കൂടിയിട്ടുള്ളൊരു സജഷൻ. അങ്ങനെ മുന്നേറിയിട്ടുള്ള യുവാക്കളുള്ള രാജ്യങ്ങളും സമൂഹങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണുന്ന വികസിത സമൂഹം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 29 വയസ്സ്, അതിനിടയിൽ 12ഓളം PSC പരീക്ഷകൾ. ആ PSC പരീക്ഷകളിലെല്ലാം വിജയി. അതിൽ 6 PSC പരീക്ഷകളിൽ ആദ്യത്തെ 5 റാങ്കുകളിൽ എത്തിച്ചേരുന്നു. ശ്രീ വിപിൻ ഒരു മാതൃകയാവുകയാണ്. നമ്മുടെ നാട്ടിൽ തൊഴിൽ സാധ്യതകൾ കുറവാണ് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരു പാഠപുസ്തകമാവുകയാണ് വിപിൻ. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നതിന്, നമ്മളോടൊപ്പം ഇത്ര നേരം സംസാരിച്ചതിന് താങ്ക് യു വെരി മച്ച് വിപിൻ. താങ്ക് യു സർ, താങ്ക് യു.